ചോദ്യം ഇതാണ്, വാച്ചിൻ്റെ യഥാർത്ഥ വില 2000. അതിൻ്റെ റിപ്പയർ വർക്കിനായിട്ട് 200 രൂപ എക്സ്ട്രാ ചിലവാകുന്നു. 20% ലാഭം നേടി അത് വിൽക്കണമെങ്കിൽ എത്ര രൂപയ്ക്കാണ് അത് വിൽക്കേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, വാച്ചിന് വേണ്ടി 2000 രൂപ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് എൻ്റെ ചിലവുകൾ തീർന്നു? ഇല്ല. വീണ്ടും റിപ്പയർ വർക്ക് വന്നായിരുന്നു, അതുകൊണ്ട് ഒരു 200 രൂപ കൂടി എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എൻ്റെ മുതൽ മുടക്ക് എത്രയാണ്? ആ വാച്ചിന് വേണ്ടി ആകെ എത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് ചോദിച്ചാൽ 2200 രൂപയാണ് പോയത്. ഓക്കെ ആണോ? അപ്പം നമുക്ക് അസ്യൂം ചെയ്യാം, എൻ്റെ കയ്യിൽ നിന്ന് പോയ ടോട്ടൽ ക്യാഷിനെ ഞാൻ 100% എന്ന് എഴുതുക. 100%ത്തിൻ്റെ വിലയാണ് ഈ 2200. ക്ലിയർ ആണോ? നമ്മുടെ ആവശ്യം എന്താ? 20% ലാഭം നേടണം. 20% ലാഭത്തിനെ എൻ്റെ കുട്ടികൾ എങ്ങനെയാണ് അസ്യൂം ചെയ്യേണ്ടത്? 100% ഞാൻ ബിസിനസ്സിൽ ഇറക്കി, 20 ലാഭം കിട്ടി. അറ്റ് പ്രസൻറ്റ് എത്ര ഉണ്ട് എൻ്റെ കയ്യിൽ? 120% ഉണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 100%ത്തിൻ്റെ വില 2200 ആണെങ്കിൽ 120%ത്തിൻ്റെ വില എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ശരി, സ്റ്റെപ്പുകൾ പറ. 120 ഇൻറ്റു 2200 ഡിവൈഡഡ് ബൈ 100. സീറോസ് അങ്ങ് ക്യാൻസൽ ആകത്തില്ലേ? ബാക്കി എന്താ വരിക? 120 ഗുണം 22 എന്ന് വരും. 22നെ 12 കൊണ്ട് ഗുണിച്ചാൽ 264 നമുക്കറിയാം. പിന്നെ 0 കൂടി ഇട്ടാൽ മതി. അപ്പോൾ ആൻസർ എത്രയാ? 2640 രൂപയ്ക്ക് ആ വാച്ച് വിൽക്കുമ്പോഴാണ് ഈ പറയുന്ന 20% ലാഭം ആ ട്രേഡറിന് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.